ഓക്കെ, ഇനിയിപ്പം നമ്മൾ എണ്ണി നോക്കിയാൽ ഒരു 75-80 ദിവസമേ ബാക്കിയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്കറിയാം അങ്ങും തിരക്കിലാണ്. ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരു കളി മാത്രമല്ല, അതിന് തൊട്ട് മുമ്പാകെ നമ്മൾ ആ തരംഗം നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് എല്ലാ കായിക പ്രേമികൾക്കും ഇത് കഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിലൊരു ഫുട്ബോൾ സാക്ഷരത ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കപ്പെടണം. എല്ലാ കായിക പ്രേമികളെയും നമുക്കതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റണം. സ്കൂൾ കുട്ടികൾ, അംഗൻവാടികൾ മുകളിലോട്ട് ഫുട്ബോൾ സാക്ഷരത കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറുന്നതിലുള്ളൊരു ചുവടുവയ്പ് കൂടിയായി മാറണം, അല്ലേ ആൻറ്റോ അഗസ്റ്റിൻ? നമ്മൾ വിചാരിക്കുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാരും നമ്മളും എല്ലാവരും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കേരളം ഒരു ലോകകപ്പ് ആവേശത്തിലേക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ മന്ത്രിമാരും ഇതിനകത്ത് വകുപ്പൊന്നും പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഇന്ന വകുപ്പ് എന്ന് ഞാൻ പറയാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറയുന്നത് ഇതിനകത്തൊരു വകുപ്പില്ല. ഇതിനകത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നൊരു ലോകകപ്പ് ആവേശം കേരളത്തിൽ കൊണ്ടുവരണം ഒരു 60-70 ദിവസം കൊണ്ട്. സാധാരണ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു അനൗൺസ്മെൻറ്റ് 6 മാസമോ 8 മാസം മുന്നെയാണ് വരിക. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഒരു 180 ദിവസം 200 ദിവസം ഒരു പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് 75 ദിവസം പ്ലാൻ ചെയ്യാൻ പറ്റും, 60 ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. 60 ദിവസം ഇവൻ്റ് കൊണ്ട് നിറയണം കേരളം. 60 ദിവസം ഇതിൻ്റെ ഒരു ശൈലി മാറണം. കേരളത്തിലെ ശൈലി ലോകകപ്പ് എല്ലാ മുക്കിനും മൂലയിലും കളികൾ നടക്കണം, മുക്കിനും മൂലയിൽ ആവേശം വരണം. ഇത് ലോകത്തെ കാണിച്ചു കൊടുക്കണം. ഇത് കേരളം സ്പോർട്സ് കേരളമാണ്, സ്പോർട്സ് ടൂറിസത്തിൻ്റെ കേരളമാണ്. ഇത് എല്ലാ കുട്ടികൾക്കും തിരിച്ചറിയണം. ഇതല്ല ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, ലഹരി എന്ന് പറയുന്നത് കായിക അഭ്യാസങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ അധ്യാപകരും ഓരോ വിദ്യാർത്ഥികളും ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കണം. ഇത് വളർത്തിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റുള്ള ലഹരികൾ ഇല്ലാതാവും. അത് നമ്മൾ ഒരു വലിയ ആവേശമാക്കി കേരളം സർക്കാരിന് പൂർണ്ണമായി ഇറങ്ങണം. ഞാൻ പ്രതിപക്ഷത്തോടും എല്ലാ പാർട്ടികളോടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇത് രാഷ്ട്രീയ കക്ഷി ഒന്നും എടുക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും ഇറങ്ങണം എന്നുള്ളതാണ്. എല്ലാവരും ഇറങ്ങി ഇതിനൊരു നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റണം. ഇതുപോലെ അവസരം നമുക്ക് എന്നും കിട്ടിയെന്ന് വരില്ല. ഇതിനൊരു നിമിത്തമായി എന്നുള്ളത് മാത്രമേ റിപ്പോർട്ടർ ടി വികൾ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് പിന്നെ റിപ്പോർട്ടർ ടി വി ഇല്ല. ഇത് കേരളത്തിൻ്റെ ആഘോഷമാണ്. ഇതുവരെയുള്ള ചർച്ചകളും നെഗറ്റീവുകളും വരുമോ വരില്ലയോ ഒക്കെ കളഞ്ഞോളൂ. മാധ്യമങ്ങളും ഞാൻ പറയുന്നത് ഒരു പരിധിവരെ മത്സരം നടക്കുന്ന മേഖലയാണ് മാധ്യമ മേഖല എന്ന് പറയുന്നത്. ഞാനിതിവിടെ വിടുകയാണ്. ഇനി ഒരു വലിയ മാറ്റത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ കൂടെ നിന്ന സർക്കാരിനും മിനിസ്റ്ററിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീ ആൻറ്റോ അഗസ്റ്റിൻ.